ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ റെസിപ്പീസും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നല്ലൊരു വീഡിയോ ആണ് കേട്ടോ. കുറേ അധികം വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു വെക്കുക. കണ്ടിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും പറഞ്ഞ പോലെ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് മറക്കാതെ ലൈക്ക് ബട്ടനോടൊന്ന് പ്രസ് ചെയ്തേക്കണേ. പിന്നെ ലൈക്കിൻ്റെ കാര്യം ആരും മറന്നു പോകണ്ട കേട്ടോ. വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോ കണ്ട് തീരുന്നതിന് മുമ്പ് നിങ്ങളൊരു ലൈക്കും വീഡിയോയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുതേ. നിങ്ങൾ മറന്നു പോകുന്നതുകൊണ്ടാണ് എല്ലാ വീഡിയോയും ഇങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞാൻ ഓർമ്മിപ്പിക്കുന്ന വീഡിയോയിൽ ലൈക്കും കമൻറ്റും കൂടുതലാവലുമുണ്ട്. പറയാൻ വിട്ടുപോയാൽ നിങ്ങൾ മറന്നു പോകുന്നുണ്ട് കേട്ടോ. അതുകൊണ്ടാണേ. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ എന്തായി കെട്ടയക്കുന്നതെന്നിരിക്കും. ഒന്നുമല്ല, ഞങ്ങൾ കോഴിക്കോട് പോയ സമയത്ത് ഹോം സെൻറ്ററിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അത് ഞാൻ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണ് കേട്ടോ. ഞാൻ ഇത്രയും ദിവസമായിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോയിൽ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്ത് വെച്ചതാണ് കേട്ടോ. പിന്നെ അങ്ങനെ ഒന്ന് രണ്ട് വീഡിയോയിൽ അങ്ങനെ മറന്നും പോയി. അപ്പോൾ ഇന്നത് ഒന്ന് ഓപ്പൺ ആക്കി നോക്കട്ടെ എന്ന് വിചാരിച്ചു. ഞാനിത് ഇപ്പോൾ സെറ്റാക്കി വെക്കണമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് എനിക്കും ഒന്ന് കാണാൻ, നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഓപ്പൺ ആക്കുന്നു എന്നേ ഉള്ളൂ കേട്ടോ. എവിടെയാണ് എന്താ വെക്കേണ്ടതെന്നൊക്കെ നോക്കിയിട്ട് ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് വെക്കണം. പിന്നല്ലേ ഇന്ന് കുറേയധികം കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട്. അപ്പം അതിൻ്റെ മുമ്പ് ഇതങ്ങ് ഓപ്പൺ ആക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ മാത്രമല്ല ഇവിടെ എനിക്ക് നിങ്ങളോട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം പറയാനുണ്ടെന്ന്. അത് വേറൊന്നുമല്ല, എൻ്റെ മാക്സി ഡ്രസ് കളക്ഷൻസ് ഇല്ലേ, ഞാൻ അധികവും സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാം. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു താത്താനെ കൊണ്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യിക്കുന്ന കേട്ടോ. തുണി എടുത്തു കൊടുത്തിട്ട് അങ്ങനെ ഞാൻ ഓരോരോ അങ്ങനെ വേണം എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ അവർ ചെയ്തു തരും. പിന്നെ എൻ്റെ അടുത്ത് റെഡിമെയ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ടോപ്പ് കാര്യങ്ങളുണ്ടെങ്കിൽ ആ ഒരു മോഡൽ വെച്ചിട്ട് എനിക്ക് ഇതുപോലെ ചെയ്തു തരണം എന്ന് പറയുന്നുണ്ട്. അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് അവർ എനിക്ക് ചെയ്തു തരലുണ്ട് കേട്ടോ. അപ്പോൾ കുറേ പേരൊക്കെ അവരെ ഞാൻ മുന്നേ അവരെ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ നമ്പർ എടുത്തിട്ട് അവരായിട്ട് എന്താ പറയുക, ക്ലോത്തൊക്കെ എടുത്തിട്ട് കൊറിയറിൽ അവർക്ക് അയച്ചു കൊടുത്തു. എന്നിട്ട് അവർ സ്റ്റിച്ച് ചെയ്തിട്ട് എൻ്റെ അങ്ങനത്തെ ഡ്രസ്സ് അവർ സ്റ്റിച്ച് ചെയ്തിട്ട് ഇവർക്ക് അയച്ചു കൊടുത്തു. അങ്ങനെയൊക്കെ ചെയ്യുന്നവരെന്നോട് പറയലുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ അങ്ങനത്തെ മാക്സി ഡ്രസ്സ് കളക്ഷൻ, അങ്ങനത്തെ ഡ്രസ്സുകൾ നിങ്ങൾക്ക് തയ്പ്പിക്കണമെങ്കിൽ ഞാൻ അവരുടെ നമ്പർ ഈ വീഡിയോൻ്റെ ഫസ്റ്റ് കമൻറ്റ് കേട്ടോ, ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റായിട്ട് ഞാൻ പിൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾ അവരായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി. ഇനി ക്ലോത്ത് അവരെടുക്കണമെങ്കിൽ അവരെടുക്കും. ഇനി അല്ല, നിങ്ങൾക്ക് കൊറിയറിൽ എടുത്തിട്ട് നിങ്ങൾക്ക് കൊറിയറിൽ അയച്ചു കൊടുക്കണം അങ്ങനെ. പിന്നെ അവരെടുക്കാൻ പോകുമ്പോൾ നിങ്ങളായിട്ട് കോണ്ടാക്ട് ചെയ്ത് അതങ്ങനെ അതൊരു കോണ്ടാക്ട് നിങ്ങൾ ആക്കിയിട്ട് എടുക്കുക കേട്ടോ. അവരായിട്ട് നമ്പർ ഞാൻ തരുന്നുണ്ടല്ലോ. നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി. കുറേ പേര് എന്നോട് ചോദിക്കലുണ്ട്, പക്ഷേ എനിക്ക് അങ്ങനെ ഞാനൊരു പ്രത്യേക ഒരു ഷോപ്പിൽ നിന്ന് എടുക്കലില്ല. ഇനിയിപ്പോൾ സ്റ്റിച്ച് ചെയ്തൊക്കെയല്ലേ ഞാൻ വാങ്ങുന്നത്, അതായത് അവരോട് പറഞ്ഞിട്ട് സ്റ്റിച്ച് ചെയ്യിപ്പിച്ചിട്ട് അങ്ങനെ എടുക്കല്ലേ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ എനിക്കൊരു പ്രോപ്പർ ഷോപ്പ് എനിക്ക് പറഞ്ഞു തരാൻ വേണ്ടി പറ്റൂല. അതുകൊണ്ടാണ് ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർ അതിനെന്താ കുഴപ്പമൊന്നുമില്ല, അവർ കൊറിയറിൽ അയച്ചു കൊടുക്കുക, അവരിങ്ങനെ കറക്റ്റ് ചെയ്ത് പറഞ്ഞു തന്നാലെന്ന് വിചാരിച്ചു. അപ്പം നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി. നിങ്ങൾക്ക് ഒന്നുകിൽ ക്ലോത്ത് നിങ്ങൾക്ക് അങ്ങനെ അയച്ചു കൊടുക്കുക, ഇല്ല അവരെ കൊണ്ട് നിങ്ങൾക്ക് എടുപ്പിക്കുക അങ്ങനെ. പിന്നെ നിങ്ങൾക്ക് ഏത് മോഡലാണ് എൻ്റെ ഡ്രസ്സിൽ വേണമെന്ന് ഉണ്ടെങ്കിൽ അവർക്ക് കൺഫ്യൂഷൻ കൊടുക്കാതെ എൻ്റെ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഉണ്ടല്ലോ അത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അവരുമായിട്ട് നിങ്ങൾ വാട്സപ്പ് ചാറ്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അവരതുപോലെ തയ്ച്ചു തരും. ഇനിയിപ്പോൾ വേണമെങ്കിൽ എന്നോട് അവർ മോഡൽ എൻ്റെ കയ്യിലുള്ളത് അവർ ചോദിക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ കൊടുത്തോളാം. നിങ്ങൾ ഏത് എൻ്റെ കയ്യിലുള്ള വേണമെങ്കിലും അവരോട് പറഞ്ഞാൽ മതി കേട്ടോ. സ്ക്രീൻഷോട്ട് നിർബന്ധമായിട്ടും കൊടുക്കണേ, എന്നല്ല അവർക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ അങ്ങനെ ആവശ്യമുള്ളവർ എന്തായാലും അങ്ങനെ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ അത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത് പരസ്യമോ പ്രൊമോഷനോ ഒന്നും അല്ല കേട്ടോ. എൻ്റെ ഡ്രസ്സ് തയ്ക്കുന്ന ആളാണ്. നിങ്ങളിങ്ങനെ കുറേ പേര് എൻ്റെ ഡ്രസ്സ് കളക്ഷനെ കുറിച്ച് പറയുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞു തന്നു, ഒരു ഓപ്ഷൻ പറഞ്ഞു തന്നേ ഉള്ളൂ. ആവശ്യമുള്ളവർ ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ ഇനിയിപ്പോൾ എനിക്ക് ഇന്നത്തെ എൻ്റെ പണി എന്ന് പറയുന്നത്, നമ്മൾ മുന്നേ കിച്ചൺ ക്ലീനിങ് ചെയ്തപ്പോൾ, ഡീപ്പ് ക്ലീനിങ് ചെയ്തപ്പോൾ ഫ്രിഡ്ജ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഇന്ന് ഫ്രിഡ്ജും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ റമദാൻ കഴിഞ്ഞതിന് ശേഷം ക്ലീൻ ചെയ്തിട്ടില്ല കേട്ടോ. ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം ജസ്റ്റ് ഇങ്ങനെ ക്ലോത്ത് വെച്ചിട്ട് തുടച്ചു പോകുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. വല്ലാണ്ട് വൃത്തികേടും കാര്യങ്ങളും ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ എൻ്റെ ഫ്രിഡ്ജിൽ ഞാൻ ശ്രദ്ധിക്കലുണ്ട്. പഴയ ഫ്രിഡ്ജാണെങ്കിലും അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പോൾ ഫ്രിഡ്ജ് മാറ്റിയല്ലോ, അപ്പോഴും അങ്ങനെ തന്നെ അത് ഫോളോ ചെയ്ത് പോകുന്നതുകൊണ്ട് വലിയ വൃത്തികേടും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റൂല കേട്ടോ. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഞാൻ എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പം
ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഒരു ഭാഗത്തുണ്ട്. ഏത് ഫ്രിഡ്ജാണെങ്കിലും ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ട്. പഴയ ഫ്രിഡ്ജിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഫുഡ് ഐറ്റംസ് എൻ്റെ ഇതിൽ വളരെ കുറവാണ് ഉണ്ടാവുക. കുറച്ച് ചോറുണ്ടാവും, എന്തെങ്കിലും ആട്ടാനോ എന്തെങ്കിലും അരിയിലിൻ്റെ കൂടെ കരക്കാൻ വേണ്ടിയിട്ടുള്ളത് മാറ്റി വെക്കലുണ്ട്. അപ്പോൾ അത് അങ്ങനെ എന്തെങ്കിലും കറി വല്ലപ്പോഴും ബാക്കി വരിക എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് ഞാൻ ഏറ്റവും മുകളിൽ ഒരു ഭാഗം അതിനായിട്ട് മാറ്റി വെക്കുക കേട്ടോ, ഫുഡ് ഐറ്റംസ് മാത്രം. പിന്നെ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ വേറൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കുക. ഇതിപ്പോൾ എൻ്റെ വെജിറ്റബിൾസ് വെക്കുന്ന ഒരു തട്ടാണ്. കുറേ അധികം സാധനങ്ങളൊന്നും ഫ്രിഡ്ജിലില്ല കേട്ടോ. ഫ്രിഡ്ജ് കുറേയൊക്കെ ഒഴിഞ്ഞ സമയത്താണ് ഞാനിപ്പോൾ ക്ലീനിങ് ചെയ്യുന്നത്. ഇനി വെജിറ്റബിൾസ് ഒക്കെ വാങ്ങണം. കംപ്ലീറ്റ് തീർന്നിട്ടില്ല, എന്നാലും തീരുന്ന ലാസ്റ്റ് ഘട്ടത്തിലാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. അപ്പം ഏറ്റവും അത് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഫുഡ് ഐറ്റംസ് ഒരു ഭാഗത്ത് തന്നെ വെക്കുക. അപ്പോൾ നമുക്ക് എവിടെയാണ് ഉള്ളത്, ഫുഡ് ഐറ്റംസ് എവിടെയാണുള്ളത്. കാരണം കലവിലാക്കിയിട്ട് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മറന്നു പോകും. വെച്ച സാധനം നമ്മളും ഓർമ്മ ഉണ്ടാവില്ല. അങ്ങനെ പിന്നെ കുറേ ദിവസം കഴിഞ്ഞിട്ടേക്ക് നമ്മളിത് കാണുന്നത് അതവിടെ മോശമായി, സ്മെല്ലായി, അവിടെ മറിഞ്ഞ് അങ്ങനെയൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഫുഡ് ഐറ്റംസ് ഒരു ഭാഗത്ത് മാത്രമാണ് ഇതിവിടെ ഉണ്ട്, ഇന്നതിവിടെ ഉണ്ട് എന്നുള്ളത് നമ്മുടെ മൈൻഡിലുണ്ടാവും. നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. വെജിറ്റബിൾസും അങ്ങനെ തന്നെയാണ്. അത് വെക്കുന്ന ഭാഗത്ത് നമ്മൾ നോക്കുക എന്തെല്ലാം നമ്മൾ കയ്യിലുള്ളത് നമുക്ക് അപ്പോൾ എപ്പോഴും കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇല്ലാത്തത് കംപ്ലീറ്റ് കഴിഞ്ഞത് നമ്മളൊരു സെക്ഷൻ വാങ്ങിയിട്ട് അത് കംപ്ലീറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം അടുത്തത് വാങ്ങാം, അടുത്ത വെജിറ്റബിൾസ് വാങ്ങാം. മാക്സിമം ചിലപ്പോൾ ഞാൻ ഒരു ഉള്ളി ഒരു തക്കാളിനെ കൊണ്ടൊക്കെ ചെയ്യലുണ്ട് കേട്ടോ ഒരു ദിവസം. കാര്യം എന്താണെന്ന് വെച്ചാൽ അതങ്ങ് തീർന്നിട്ട് ഫ്രിഡ്ജും കൂടെ അങ്ങ് ക്ലീൻ ആക്കിയിട്ട് പോയിട്ട് ബാക്കി വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യലുണ്ട്. അപ്പം നമുക്ക് അങ്ങനെ വേസ്റ്റും കാര്യങ്ങളും വരില്ല. നമ്മൾ ബോക്സിൻ്റെ ഉള്ളിൽ അങ്ങനെ വെജിറ്റബിൾസ് ചീഞ്ഞിട്ടും വെള്ളമൊഴിച്ചിട്ടും ഒന്നും കിടക്കില്ല. നമുക്ക് ഉള്ളത് കൊണ്ട് നമ്മൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ച് നമുക്ക് ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കണമല്ലോ. അപ്പോൾ അത് തീർന്നതിന് ശേഷം മാത്രം ഞാൻ വേറെ വാങ്ങിക്കുകയുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ വേറെയും പച്ചക്കറികൾ ഞാൻ റഫിക്കാൻ അങ്ങനെ കൊണ്ടുവരാൻ സമ്മതിക്കലേ ഇല്ല. തീരുമ്പോൾ ഒന്നില്ലെങ്കിൽ രണ്ടാളും കൂടെ പോകും, ഇല്ലെങ്കിൽ ഞാൻ പോകും, അങ്ങനെയാണ് കേട്ടോ ചെയ്യൽ. അപ്പോൾ എപ്പോഴും നമുക്കൊരു ഇതുണ്ടാവും. നമ്മൾ ബോക്സ് ഇപ്പോൾ ഇത് കണ്ടോ, കുറച്ച് ചീരയുണ്ട്, ഇത് ഏട്ടത്തിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. പിന്നെ കുറച്ച് ബീറ്റ്റൂട്ടും ഒരു 3-4 ബീറ്റ്റൂട്ടും ഒരു 2 വഴുതനയുണ്ട്. ഇതിപ്പോൾ എനിക്കറിയാം എന്താണ് എൻ്റെ കയ്യിലുള്ളതെന്ന്. ഇതും കൂടെ തീർന്നിട്ട് ഞാൻ ഇനി ഉപ്പേരി വെക്കാനും കറി വെക്കാനുള്ള അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുള്ളൂ കേട്ടോ. ക്യാരറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇതും കൂടെ കഴിയുമ്പോൾ ഒന്നിച്ച് വാങ്ങാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് തീരുന്നതും നമ്മളെ കയ്യിൽ എത്രയുള്ളത്, എന്താ നമ്മുടെ ഫ്രിഡ്ജിൽ എന്തെല്ലാം ഉണ്ട് എന്നുള്ളൊരു ധാരണ നമുക്ക് എപ്പോഴും ഉണ്ടാകണം. അത് വെജിറ്റബിൾസ് ആണെങ്കിലും ഫുഡ് ഐറ്റംസ് ആണെങ്കിലും എല്ലാം, ഫ്രീസർ ആണെങ്കിലും ഒക്കെ നമ്മൾ ഒരു ഏരിയയിൽ ഒരു സാധനം വെക്കുക, കലവിലാക്കിയിട്ട് കലർത്തിയിട്ട് വെക്കാൻ നിൽക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളെ മൈൻഡ് മാറും. നമ്മളിപ്പോൾ എവിടെയെങ്കിലും വിരുന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളത് നമുക്ക് ഒരു ബോധം ഉണ്ടാവില്ല. അപ്പോൾ എപ്പോഴും നമ്മളെ മൈൻഡിൽ ആ ഒരു ഇത് ഉണ്ടാവണം കേട്ടോ. എവിടെയാണ് എന്തൊക്കെ ഞാൻ വെക്കുന്നത് എന്നുള്ളൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ കുറേ വേസ്റ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് കുറയും. പിന്നെ ഇപ്പം ഞാൻ ക്ലീൻ ചെയ്യുന്നത് ഭയങ്കര ഡീപ്പ് ക്ലീനിങ് ഒന്നും അല്ലാണ്ട്, ഞാൻ പറഞ്ഞില്ല വല്ലാണ്ട് വൃത്തികേടായെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത്. പക്ഷേ വല്ലാണ്ട് വൃത്തികേടും കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് പൊടിയോ എന്തൊക്കെ ഉള്ളൂ. അപ്പം ഞാൻ ക്ലോത്ത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് തുടച്ചെടുക്കുക കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഈ ബോക്സ് കാര്യങ്ങളൊക്കെ അല്ലേ വെജിറ്റബിൾസൊക്കെ ഇട്ട് വെക്കുന്നത്, അല്ലെങ്കിൽ കണ്ടെയ്നേഴ്സും കാര്യങ്ങളൊക്കെ, അതൊക്കെ ഞാൻ വെജിറ്റബിൾസ് അതിൽ തീരുമ്പോൾ കഴുകിയിട്ട് ഉണക്കിയിട്ട് എടുത്ത് വെക്കലുണ്ട് കേട്ടോ. അതിന് ഇതുപോലെ തന്നെ ഈ പച്ചമുളക് മല്ലിയിലൊക്കെ എടുത്ത് വെക്കുന്ന കണ്ടെയ്നറിലെ അതിൽ പച്ചമുളക് തീരുമ്പോൾ അത് ഒഴിവാക്കിയിട്ട് കഴുകി ഉണക്കി അടുത്ത ട്രിപ്പ് ഇടുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് അത് സെപ്പറേറ്റ് കഴുകി എടുക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. എഗ്ഗിൻ്റെ ബോക്സ് കാര്യങ്ങളൊക്കെ എഗ്ഗ് തീരുന്ന സമയത്ത് അത് കഴുകി വെക്കും, പിറ്റേ ദിവസം കൊണ്ടുവരുന്ന സമയത്ത് അത് ഫില്ലാക്കിയിട്ട് എടുത്ത് വെക്കും. അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ചൊരു ക്ലീനിങ്ങിന് എനിക്ക് ഫ്രിഡ്ജിലേക്കും വരുന്നില്ല. ഇങ്ങനെ നമ്മൾ ഇടയ്ക്കില്ലേ, ഇപ്പോൾ ഒരു 2 ആഴ്ച ഒരു 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും ഒരു ക്ലോത്ത് നന്നായിട്ട് നന്നായിട്ട് പിഴിഞ്ഞതിന് ശേഷം വെറുതെ ഒന്ന് ഓടിച്ച് എല്ലാ റാക്കൊന്ന് തുടച്ചു കൊടുക്കുക. അപ്പോൾ ഇല്ലേ അവിടെ ഇവിടെയൊന്നും ഇങ്ങനെ നമ്മൾ എടുത്തതിൻ്റെ ബാക്കി അവിടെ ഇവിടെ ഒന്നും ഇല്ലാതെ പിടിച്ച് നിൽക്കാതെ ഒരു ഡീപ്പ് ക്ലീനിങ് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റും കേട്ടോ. ഫ്രിഡ്ജ് മോശമായി കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് നല്ലൊരു ക്ലീനിങ് തന്നെ, നമുക്ക് നല്ലൊരു സമയം തന്നെ അതിന് വേണ്ടിയിട്ട് പോകില്ലേ. പിന്നെ ഇതില്ലേ ഈ ഒരു ബോക്സിൽ ഞാൻ ഈസ്റ്റ്, നമ്മുടെ കായം, പിന്നെ ടൊമാറ്റോ സോസൊക്കെ നമ്മൾ ഫുഡ് എന്തെങ്കിലും പുറത്തുനിന്ന് വല്ലപ്പോഴും വാങ്ങുമ്പോൾ കിട്ടുമല്ലോ, ഒരു പീസായിട്ടുള്ള ചെറുത്, അതൊക്കെ അതിൻ്റെ ഉള്ളിൽ അങ്ങ് ഇട്ട് വെക്കും കേട്ടോ. മാഗി ക്യൂബ് അങ്ങനത്തെയൊക്കെ ഒന്നിച്ചൊരു ബോക്സിലാക്കി വെക്കും. ഇതൊക്കെ നമ്മൾ സെപ്പറേറ്റ് ഫ്രിഡ്ജിൻ്റെ ഡോറിൻ്റെ ഒക്കെ ഇങ്ങനെ വെച്ചാലില്ലേ, അതെടുത്ത് ബാക്കി അവിടെ ഇട്ട് അങ്ങനെ പൊടിയും കാര്യങ്ങളും ഇനി അതിൽ നിന്ന് ആവുന്നത് അതൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടാവും. ഒരു എന്താ പറയുക, ഒരു ഓർഡറായിട്ട് കിടക്കില്ല. അപ്പോൾ അതൊരു എല്ലാം കൂടെ ഒരു ബോക്സിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നല്ല ഒരു ഓർഗനൈസായിട്ട് ആ ഭാഗം എനിക്ക് തോന്നലുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് ഹോർലിക്സ് എനിക്ക് ഇഷ്ടമാണ്, എപ്പോഴും ഇല്ല. അപ്പോൾ ഞാൻ വാങ്ങിയാൽ ഫ്രിഡ്ജിലാണ് സ്റ്റോർ ചെയ്യുക. കാര്യം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും കുടിക്കാത്തതുകൊണ്ട് തന്നെ അത് പുറത്ത് വെച്ചാൽ കട്ടയായിട്ട് പോകും കേട്ടോ. ഒരാഴ്ച ഭയങ്കര ഇഷ്ടമായിരിക്കുമേ, നല്ല ഇൻട്രസ്റ്റിൽ കുടിക്കും, പിന്നെ മടുത്തങ്ങ് പോകും, പിന്നെ എപ്പോഴെങ്കിലേക്ക് ആഗ്രഹം വരിക. അപ്പോൾ വാങ്ങിയ ഫ്രിഡ്ജിൽ വെക്കാനുണ്ട് ചെയ്യുക, അപ്പം മോശമായിട്ട് പോകില്ല എന്തായാലും.
പിന്നെ ഇതാ മിൽക്ക് മെയ്ഡ്, അങ്ങനെ മിൽക്ക് മെയ്ഡൊക്കെ നമ്മൾ യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ചെടുത്ത് വെക്കുമ്പോൾ അതിൻ്റെ മോൾ ഭാഗം ഒരു നനഞ്ഞ തുണി കൊണ്ട് തുടച്ചിട്ട് വേണം എടുത്ത് വെക്കാൻ. കാര്യം എങ്ങനെയായാലും അതിൻ്റെ പുറത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അതാണ് ഈ ഒട്ടിപ്പിടിച്ച് ഡോറിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് പാടായി സ്ക്രാച്ച് ആയിട്ടൊക്കെ നമുക്ക് പിന്നീട് മാറുക. പിന്നെ സോസ് കാര്യങ്ങളൊക്കെ എടുത്താലും ഇതൊക്കെ ഞാൻ എടുത്ത് ഒന്ന് തുടച്ചിട്ട് തിരിച്ചെടുത്ത് വെക്കാട്ടെ ചെയ്യുന്നത്. സോസൊക്കെ നമ്മൾ പെട്ടെന്ന് കുക്കിംഗ് നമ്മൾ ഹറിബറി ആയിട്ട് ചെയ്യുമ്പോൾ അതൊന്നും മര്യാദക്ക് അടക്കാതെ ഇനി അതിൻ്റെ മുകളിലൂടെ എന്തെങ്കിലുമൊക്കെ, അതായത് സോസിൻ്റെ എന്തെങ്കിലും ഭാഗം കുറച്ചുണ്ടാവും, അത് നമ്മൾ എടുത്തു വെക്കുമ്പോൾ ആ ഭാഗം മൊത്തം അതിൻ്റെ മോശവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതില്ലാതെ ഇരിക്കാൻ നമ്മൾ ഉപയോഗിച്ചിട്ട് എടുത്തു വെക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്നൊരു ക്ലോത്തോട് തുടച്ചിട്ട് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. പിന്നല്ലേ ഇതാ ഈ ഒരു സ്കോച്ചില്ലേ, ഇത് ഫാഷൻ ഫ്രൂട്ടിൻ്റെ സ്കോച്ചാണ് കേട്ടോ. ഞാൻ മൊജിറ്റൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. പക്ഷേ ഇതില്ലേ പെട്ടെന്നൊരാൾ നമ്മളോട് എന്താ പറയുക പ്രതീക്ഷിക്കാതെ വരുന്നൊരു ഗസ്റ്റ്, അത് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. നല്ലൊരു ഡ്രിങ്കാണ്. കുറച്ച് ലെമണൊക്കെ പിഴിഞ്ഞിട്ട് കൊടുക്കുകയാണെങ്കിൽ. അപ്പം എപ്പോഴും നമുക്ക് നമ്മളെ കയ്യിൽ ജ്യൂസ് അടിക്കേണ്ട ഐറ്റംസ് ഒന്നും ഉണ്ടാവില്ല. ചിലപ്പം തലേ ദിവസം വരെ ഉണ്ടാവും, അന്ന് തീർന്നിരിക്കുമ്പോഴേക്കും നമ്മൾ വീട്ടിലേക്ക് ആരെങ്കിലുമൊക്കെ വരിക. അപ്പോൾ ഞാനതാണ് കേട്ടോ യൂസ് ചെയ്യലും. ചിലപ്പം പൈനാപ്പിളിൻ്റെ അല്ലെങ്കിൽ ഗ്രേപ്സിൻ്റെ ഒക്കെ സ്കോച്ച് ഉണ്ടാക്കി വെക്കലും ഉണ്ട് കേട്ടോ. അപ്പോൾ അതുള്ളതുകൊണ്ട് ഇപ്പോൾ ഉണ്ടാക്കി വെച്ചൊന്നുമില്ല, അത് തന്നെയാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഫ്രീസറും അതുപോലെ തന്നെയാണ് കേട്ടോ ഞാൻ ക്ലീൻ ചെയ്യുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളെ വെള്ളക്കടലയല്ലേ, വെള്ളക്കടലയാണ് കേട്ടോ. ഞാൻ കടല, ചെറുപയർ, വൻപയർ അങ്ങനത്തതൊക്കെ കൊണ്ടുവന്നാൽ ഒരുമിച്ച് ഇപ്പോൾ കഴിഞ്ഞു കേട്ടോ, ലാസ്റ്റാണ് ഒരുമിച്ച് അങ്ങ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് കഴുകിയിട്ട് കുതിർത്ത് വെച്ചതിന് ശേഷം ഇതുപോലെ സിബ്ലോ കവറിലോ എന്തെങ്കിലും ആക്കിയിട്ട് ഫ്രീസറിൽ സ്റ്റോർ ചെയ്യാൻ ചെയ്യുക. അപ്പോൾ നമ്മളിനി കടലയൊക്കെ വെള്ളത്തിൽ ഇട്ട് വെക്കാൻ മറന്നാലും അത് ഈ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ ഇടുമ്പോഴത്തേക്കും, അതായത് നമ്മൾ കുക്കറിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഒരു 10 മിനിറ്റ് വെള്ളം ഒഴിച്ച് കുക്കറിൽ ഇടുമ്പോഴത്തേക്കില്ലേ അത് നല്ല സാധാ കടലയായിട്ട് മാറും. അപ്പോൾ അത് നല്ലൊരു ഓപ്ഷനാണ് കേട്ടോ. ഒരു ബോക്സിലോ അല്ലെങ്കിൽ സിബ്ലോ കവറിലോ ആക്കി വെച്ചാൽ മതി. എൻ്റെ അടുത്ത് സിബ്ലോ കവർ തീർന്നു പോയി, വാങ്ങിയിട്ട് വേണം കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ബോക്സിലാക്കിയിട്ട് വെച്ചത്. സിബ്ലോ കവറാണ് നല്ല ഓപ്ഷൻ, കാരണം നമുക്ക് ഒരുപാട് സ്പേസ് പോവില്ല. ഇത് ഞാൻ മുന്നേ ചെയ്ത് വെച്ചതാണ് കേട്ടോ. ചെറുപയർ മുളപ്പിച്ചത്, അതുപോലെ തന്നെ നമ്മളെ കോണില്ലേ ചോളം വാങ്ങിയിട്ട് ആവിയിൽ നന്നായിട്ട് പുഴുങ്ങിയെടുത്തിട്ട് ആവി കയറ്റി വേവിച്ചെടുത്തിട്ട് തണുത്തതിന് ശേഷം ഇതുപോലെ റാപ്പ് ചെയ്തിട്ട് വെച്ചതാട്ടോ. ഇങ്ങനെയും വെക്കാം. ഇനി അതല്ല അതിൻ്റെ ആ ഒരു ഓരോന്നും പീസാക്കി എടുത്തിട്ട് സിബ്ലോ കവറിൽ ഇട്ട് വെച്ചാലും ഒന്നുകൂടി ഈസി ആവും കേട്ടോ. ഇങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ല. തണുപ്പ് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല ഈസി ആയിട്ട് കത്തി കൊണ്ട് ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ അങ്ങനത്തെ എന്താ പറയുക, അത് വാങ്ങുമ്പോൾ ചോളം വാങ്ങുന്ന സമയത്ത് ഇളയതില്ലേ അധികം മൂപ്പാവാത്തത് വാങ്ങാൻ വേണ്ടി ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. എന്നാൽ നമുക്ക് സാൻഡ്വിച്ച് ഐറ്റംസത്തിലും അതുപോലെ തന്നെ നമുക്ക് സാലഡായിട്ടൊക്കെ കഴിക്കാൻ അതിലൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നത് നല്ലതാട്ടോ, ഭയങ്കര ഹെൽത്തിയാണ്. അപ്പോൾ ഇതാ എൻ്റെ ഫ്രീസറും നീറ്റായിട്ടുണ്ട് സംസാരത്തിൻ്റെ ഇടയിൽ. ഫ്രീസറിലും അതുപോലെ തന്നെ കേട്ടോ, നമ്മൾ കൊണ്ടുവെക്കുന്ന സാധനങ്ങൾ എന്തെല്ലാം ഉള്ളതെന്ന് ആദ്യം വെച്ചത് പെട്ടെന്ന് എടുത്തെടുത്ത് തീർക്കുക. കുറേ കൊണ്ടുവെക്കാതെ, നമ്മൾ ചിലപ്പോൾ 1 കിലോ വാങ്ങിയാൽ നമുക്ക് 1 കിലോ ഒരു ചെറിയ ഫാമിലിക്ക് അത്രയൊന്നും വേണ്ടി വരില്ല. അത് നമ്മൾ ഡിവൈഡ് ചെയ്ത് വെക്കുമല്ലോ. അപ്പോൾ അത് ആദ്യം എടുത്ത് തീർക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചാൽ മതി. ഇനിയിപ്പോൾ ഞാൻ ഫ്രിഡ്ജിൻ്റെ പുറം ഭാഗം ഒന്ന് ക്ലീൻ ചെയ്യാണ് കേട്ടോ. ഇത് ഞാൻ വല്ലപ്പോഴും ഇങ്ങനെ നന്നായിട്ട് നനച്ചെടുക്കുന്നത്, അല്ലെങ്കിൽ നന്നായിട്ട് പിഴിഞ്ഞിട്ട് മൈക്രോ ഫൈബർ ക്ലോത്ത് കൊണ്ട് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കുകയും ചെയ്യുള്ളൂ കേട്ടോ. എപ്പോഴും ഇങ്ങനെ പുറം ഭാഗം ഇങ്ങനെ നനച്ച് തുടക്കണ്ട. അതിൻ്റെ എന്താ പറയുക, നല്ലതല്ല, അധികം വെള്ളമാകുന്നത് നല്ലതല്ല കേട്ടോ. അധികം ഒന്നും ഉണ്ടാവില്ല, നമ്മൾ വിരൽ കൊണ്ട് പിടിക്കുന്ന പാടുകൾ മാത്രമല്ലേ ഉണ്ടാവുള്ളൂ പുറം ഭാഗത്ത്. അപ്പം ഞാൻ ഫോണ് കയ്യിൽ പിടിച്ചിട്ടാട്ടോ ഫ്രിഡ്ജ് ക്ലീൻ ചെയ്തത്. അതുകൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം അതൊരു സുഖമായി എന്ന് എനിക്കറിയില്ല. ഒന്നുകിൽ ആരെങ്കിലും എടുത്തു തരണം കേട്ടോ വീഡിയോ. ഫ്രിഡ്ജൊക്കെ ക്ലീൻ ആക്കുന്നത് ഇല്ലെങ്കിൽ ഇങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ ക്യാമറ ബാക്കിൽ വെച്ചിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അതൊരു മറവായിട്ട് മാറും. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. ഇനി 2 ഭാഗം 2 സൈഡും കൂടെ ഒന്ന് ഡ്രൈ ആക്കിയിട്ടൊന്ന് തുടച്ചെടുക്കാട്ടെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ ഫ്രിഡ്ജ് ക്ലീനിങ്ങും ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുപ്പുണ്ട് കേട്ടോ. അടുപ്പ് ഞാൻ വേറൊരു ദിവസം ചെയ്യാമെന്ന് വിചാരിച്ചു. സമയം കിട്ടുന്നതിനനുസരിച്ച് ഞാനിങ്ങനെ ചെയ്തു പോവാട്ടെ ചെയ്യാം. ചില ദിവസം നമുക്കൊരു ഇൻട്രസ്റ്റ് ആയിരിക്കുമല്ലോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ. ചില ദിവസം ഒരു താല്പര്യം ഉണ്ടാവില്ല. ചില ദിവസം ഒന്നും ചെയ്യാണ്ടിരിക്കുന്ന ദിവസങ്ങളും ഉണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എനിക്ക് ലഞ്ചാക്കണം. റഫീക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് വരും. വാവ വന്നിട്ടില്ല കേട്ടോ. കുറേ പേര് ചോദിക്കലുണ്ട്. ഞാൻ മുന്നേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 ദിവസം ഏട്ടത്തിൻ്റെ വീട്ടിൽ നിൽക്കാൻ പോയതാണ്. വാവൻ്റെ ഏട്ടത്തിൻ്റെ വീട്ടിൽ കേട്ടോ. 2 ആഴ്ച നിൽക്കാൻ വേണ്ടിയിട്ട് പോയതാണ്.
അപ്പോൾ ഇതാ ഇനി ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ഫിഷ് കറിയാണ് കേട്ടോ. നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ഫിഷ് കറിയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഇതാ കുറച്ച് തേങ്ങ, ഒരു 2 കൈപ്പിടി തേങ്ങ. അതൊക്കെ നിങ്ങൾ എത്രയാണോ നിങ്ങൾക്ക് കറി വേണ്ട അതിനനുസരിച്ച് എടുത്തോ. തേങ്ങ കൂടിയാലും കുറഞ്ഞാലും ഒന്നും കുഴപ്പമില്ല. നല്ല തിക്കായിട്ട് കിട്ടുന്ന ഒരു കറിയാണ് കേട്ടോ. കുറേ മെമ്പേഴ്സൊക്കെ ഉള്ള വീട്ടിൽ ഈ ഒരു കറി നല്ലൊരു ഓപ്ഷനായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ രാവിലത്തെ കടിയിലേക്കൊക്കെ അടിപൊളിയായിരിക്കും. എന്താ ഒരു സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസ് സവാള, ഒരു തക്കാളി, ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങ നമ്മൾ ആദ്യം ചേർത്ത് കൊടുത്തേ. ഇനി ഇതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി. മല്ലിപ്പൊടി ഞാനിതാ ഒരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ടേബിൾ സ്പൂൺ വലിയ സ്പൂണാണ് കേട്ടോ. അപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. 4 ടീസ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ്. എരിവൊക്കെ നിങ്ങൾക്ക് എത്രയാണ് വേണ്ടത് വെച്ചാൽ കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ 4 തേങ്ങ ചേർക്കുന്നുണ്ടല്ലോ, അപ്പോൾ അത്യാവശ്യം മുളക് പൊടി വേണം. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ ജീരകം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഞാൻ ചേർത്തിട്ടും ചേർക്കാണ്ടും ഒക്കെ ഉണ്ടാക്കലുണ്ട്. ഓരോ കറിയിലും ചില മാറ്റങ്ങളൊക്കെ വരുമ്പോൾ ടേസ്റ്റിലും ഡിഫറൻസ് വരുമല്ലോ. ഇനി അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ട്, അത് അറിയാനുള്ള വെള്ളം ഒഴിച്ചിട്ടൊന്ന് അരച്ചെടുക്കട്ടെ. നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കട്ടെ. സാധാരണ നമ്മൾ തേങ്ങ അരക്കുന്ന പോലെ തന്നെ ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ തേങ്ങ അരക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്ത് നമുക്ക് 8 പിടിയിൽ നമ്മളെ മീൻകറി അങ്ങ് റെഡിയാക്കിയിട്ട് എടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. മീൻകറിക്കൊക്കെ വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കുറച്ച് ഉലുവ ചേർത്ത് കൊടുത്തു. നിങ്ങൾ കടുകലാണ് ചെയ്യണമെന്ന് വെച്ചാൽ അങ്ങനെ ചേർത്ത് കൊടുത്തു. നമ്മളിവിടെ ഉലുവയിലാണ് കേട്ടോ ചെയ്യാം. ഉലുവ ജസ്റ്റ് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ അരപ്പില്ലേ അത് മുഴുവനായിട്ട് അങ്ങ് ചേർത്ത് കൊടുക്കുക. വെള്ളം ചേർക്കണ്ട കേട്ടോ. ഈ ഒരു സമയത്ത് അരപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞു തരാം, അതവിടെ മാറ്റി വെക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് തിളച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ കുക്കാവട്ടെ കേട്ടോ. ആ ഒരു ഉള്ളിയും തക്കാളിയൊക്കെ ചേർത്ത് കൊടുത്തതല്ലേ, അപ്പോൾ ആ ഒരു എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരും. ഒരു 5 മിനിറ്റ് മതി ഒന്ന് തിളപ്പിച്ച് കുക്കാക്കിയിട്ട് എടുക്കുക. വെള്ളം ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. അതിനുശേഷം നമുക്ക് വെള്ളം ഒഴിച്ചിട്ട്, ജാറിലൊക്കെ വെള്ളം ഒഴിച്ചിട്ട് കൂട്ടിയിട്ടൊക്കെ എടുക്കാം. അപ്പോൾ അതവിടെ റെഡി ആവുന്നുണ്ട്. 5 മിനിറ്റ് മതി കേട്ടോ. അപ്പുറത്ത് ഞാൻ ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. 5 മിനിറ്റിന് ശേഷം ജാറിൽ കുറച്ചൊക്കെ വെള്ളം ഒഴിച്ചു. എന്നിട്ട് ആ വെള്ളം ഒന്ന് കുറച്ചുകൂടെ നീട്ടാം. നമുക്ക് ഭയങ്കര ടൈറ്റ് വേണ്ടല്ലോ. പുളിക്ക് ആവശ്യത്തിനുള്ള മാങ്ങയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ആവശ്യത്തിന് ഉപ്പ്, നിങ്ങൾക്ക് കുടംപുളിയോ മറ്റേ വാളംപുളിയോ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഉപ്പും പുളിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം നമുക്ക് മീനും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അത്രയേ ഉള്ളൂ. അപ്പുറത്ത് നമ്മൾ ഉപ്പേരിക്കുള്ള കടുക് പൊട്ടുന്നുണ്ട്. ആ ഒരു സമയത്ത് ഞാൻ ആദ്യം വിചാരിച്ചു തേങ്ങ ചേർക്കുന്നില്ല കേട്ടോ ഉപ്പേരിയിൽ. പിന്നെ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തു. ഇങ്ങനെ ഇടയ്ക്കൊന്ന് തേങ്ങ ചേർത്ത് കൊടുക്കുമ്പോൾ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. വല്ലപ്പോഴും എപ്പോഴും ഇഷ്ടമല്ല തേങ്ങ ചേർത്തത്. അപ്പോൾ ഇതാ കുറച്ച് തേങ്ങയിലേക്ക് ഒരു 2 അല്ലി വെളുത്തുള്ളിയും കൂടെ ഒന്ന് കൈവച്ചൊന്ന് ഞെരടി കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടി കേട്ടോ. അപ്പോൾ ഞാൻ പച്ചമുളകും തേങ്ങയും ഇങ്ങനെ ഒതുക്കിയിട്ടും ചെയ്യലുണ്ട്. പക്ഷേ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഒരു വേറെ തന്നെ ടേസ്റ്റാണ് കേട്ടോ. തേങ്ങ ഇങ്ങനെ ക്രഷ് ചെയ്യാതെ ഇതുപോലെ വെറുതെ ഇട്ടിട്ട് ഒന്ന് ചെയ്ത് നോക്ക്. പച്ചമുളക് ഞാനിപ്പോൾ കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുത്തത്. ഞാനിങ്ങനെ മിക്സിയിൽ ഒതുക്കിയിട്ടില്ലല്ലോ, അതുകൊണ്ട്. ഇനി കടുക് പൊട്ടിയിലേക്ക് നമ്മളെ ബീൻസ് സംഭവങ്ങൾ ഇട്ട് കൊടുത്തു. ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ട് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാട്ടോ ചെയ്യുന്നത്. ബീൻസ് ഒരുപാടെങ്കിൽ വെന്താ ടേസ്റ്റ് ഇല്ല, എന്നാൽ പച്ചക്കുമല്ല. ആ ഒരു രീതിയിൽ അതിൻ്റെ ആ ഒരു ഈ ഒരു കളറിൽ ആ ഒരു പിസ്ത കളറില്ലേ അത് മാറാതെ എടുക്കണം കേട്ടോ ബീൻസ്, എന്നാലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മളെ മീൻകറി ഇതാ അവിടെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് നമ്മളെ മീൻ ചേർത്ത് കൊടുക്കുക. ഏത് ടൈപ്പ് മീൻ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ രീതിയിൽ കറി വെക്കാം കേട്ടോ. നല്ല ടേസ്റ്റുള്ള കറിയാണ്. ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് മെമ്പേഴ്സ് കൂടുതലുള്ള വീട്ടിലാണെങ്കിൽ നിങ്ങൾക്ക് കറി ലൂസായി പോവാതെ നല്ല തിക്കായിട്ടുള്ള കറിയുമാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ ഈ രീതിയിലൊന്നും ചെയ്ത് നോക്കുക കേട്ടോ. കാര്യം നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ പേസ്റ്റാക്കി ചേർക്കുന്നതുകൊണ്ടല്ലേ നല്ല തിക്കായിട്ടുള്ള നല്ല കൂടുതൽ കറി നമുക്ക് കിട്ടും. ഞാനിപ്പോൾ എന്താ ഇത്ര കറി വെച്ചാൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. നമുക്ക് ഉച്ചക്കും രാത്രിയിലേക്ക് ചപ്പാത്തീൻ്റെ കൂടെ അങ്ങനെയൊക്കെ കണക്കാക്കി ഞാൻ വെക്കുന്നതാണ് കേട്ടോ. പിന്നെ അടുത്ത ദിവസം എനിക്ക് എഡിറ്റിംഗ് ഉണ്ടെങ്കിൽ എനിക്ക് കറിയൊന്നും ഉണ്ടാക്കാനുള്ള നേരം ഉണ്ടാവില്ല, രാവിലത്തേക്കൊന്നുമില്ല ഉള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ കറി, ഇങ്ങനത്തെ കറി ഉണ്ടാക്കുമ്പോൾ കൂടുതൽ വെക്കുന്നത് കേട്ടോ.
അപ്പോൾ ഇന്ന് മീൻ അതേ ഉണ്ടായിരുന്നുള്ളൂ, ഒരു 3-4 കോര മീനാണ് ഞാൻ ചേർത്ത് കൊടുത്തത് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മളെ വടുക ഉണങ്ങാൻ വേണ്ടിയിട്ട് വെച്ചതില്ലേ, അത് ഇന്നത്തോട് കൂടിയിട്ടാവും കേട്ടോ 3 ദിവസം ഞാൻ ഉണക്കുന്നത്. ഉൾഭാഗമൊക്കെ ഏകദേശം ആയി വന്നിട്ടുണ്ട്, പിന്നും കൂടെ മതി. അപ്പോൾ അതിൽ നിന്ന് ഒരു 2-3 എടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. എങ്ങനെ ഉണ്ടെന്ന് നോക്കുകയും ചെയ്യാം. ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ, ഞാൻ നോക്കിയപ്പോൾ അത്യാവശ്യം ഉള്ളൊക്കെ ഉണങ്ങി വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ വെയിലിനനുസരിച്ച് ഒരു 3 ദിവസം തന്നെ മതി, ധാരാളമാണേ. ഇപ്പോൾ നമ്മൾ മീനൊക്കെ വെന്ത് റെഡിയായി വന്നു. മീൻകറി ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. അതിലിനി ഒന്നും ചെയ്യാനില്ല കേട്ടോ. മീൻകറിയിൽ കാര്യം നമ്മൾ വറവിട്ടിട്ടാണ് മീൻകറി ഉണ്ടാക്കിയത്. ഇനിയിപ്പോൾ ഒന്നുമില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് വറവിടണമെങ്കിൽ ചെറിയ ഉള്ളി എന്തെങ്കിലും വറവിടാം, അതിൻ്റെ ആവശ്യമില്ല കേട്ടോ, നമ്മൾ ആദ്യം ചെയ്തെടുത്തതാണ്. ഇനിയിപ്പോൾ നമ്മളെ വടുക ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ. ഇത് കണ്ടോ, അപ്പോൾ ഇത് നിങ്ങൾ നോക്കണ്ട, കുറച്ച് കഴിഞ്ഞാൽ നല്ല തിക്കായിട്ടുള്ള കറിയാട്ടോ നമുക്ക് കിട്ടുക. ഇതും ലൂസൊന്നല്ല, പാകത്തെ ലൂസാണ് ഉള്ളത്. അപ്പം ഇങ്ങനെ ട്രൈ ചെയ്യാത്തതുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മൾ ചോറിലേക്കാണെങ്കിലും പിന്നെ കടിയിലേക്ക്, പത്തിരിയിലേക്ക്, അങ്ങനത്തേലേക്കൊക്കെ നല്ല ഒരു ഓപ്ഷനാണ് കേട്ടോ ഈ കറി. നമുക്കിനി നമ്മളെ വടുകയും കൂടെ ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കട്ടെ. അപ്പോൾ വെളിച്ചെണ്ണയിൽ കുറച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. അതിൻ്റെ ഉള്ളൊക്കെ ഒന്ന് കുക്കായിട്ട് വരണം, അല്ലാണ്ട് പെട്ടെന്ന് ഇങ്ങനെ കരിയിപ്പിച്ചിട്ട് എടുക്കരുതേ. അപ്പോൾ ഇത് വെച്ചിട്ട് വേറെ എന്തെങ്കിലും ഐറ്റംസ് അറിയുമോ എന്ന് ചോദിക്കലുണ്ടായിരുന്നു. പക്ഷേ ഇത് വെച്ചിട്ട് നമ്മൾ മോര് കാച്ചെടുക്കും, മോര് കറി ഒക്കെ ഉണ്ടാക്കിയെടുക്കും കേട്ടോ. അപ്പോൾ അത് ഞാൻ വേറെ ഏതെങ്കിലും, ഇപ്പോൾ എല്ലാവരുടെ അടുത്തൊന്നും ചുണ്ടക്കില്ലല്ലോ, അപ്പോൾ എല്ലാവർക്കും അതൊരു ഉപകാരപ്പെടും എനിക്ക് തോന്നുന്നില്ല. കയ്യിലുള്ളവർക്കും ഉണ്ടാക്കാൻ പറ്റുന്നവർക്കൊക്കെ അല്ലേ പറ്റുള്ളൂ, എല്ലാവർക്കും ഇത് സംഭവം ഇല്ല. അപ്പോൾ ഏതെങ്കിലും ഒരു വ്ളോഗിൽ ഞാൻ കാണിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലൊന്ന് ഫ്രൈ എടുത്തിട്ടുണ്ട് കേട്ടോ. കളർ ചേഞ്ച് ആവണം, പക്ഷേ ഒരുപാടങ്ങ് കരിഞ്ഞും പോകരുത്. ഇനി കിച്ചണും കൂടെ ഒന്ന് ക്ലീൻ ചെയ്യട്ടോ കേട്ടോ. ഇപ്പോൾ അതൊക്കെ ഞാൻ രാവിലെ തന്നെ ക്ലീൻ ആക്കിയിട്ട് ഉണ്ടായിരുന്നു. ബെഡൊക്കെ വിരിച്ചിട്ട് താഴെ ഭാഗത്ത് നിന്ന് തുടക്കാനുണ്ടായിരുന്നു. അപ്പോൾ തുടക്കലൊക്കെ രാവിലെ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഞാനിന്ന് ഫ്രിഡ്ജ് ക്ലീനിങ്ങിനൊക്കെ ആയിട്ട് നിന്നത്. ഇനി ഒരു ദിവസം ഈ അടുപ്പിൻ്റെ എല്ലാം ഒന്ന് എടുത്ത് ഒന്ന് ചൂടുവെള്ളത്തിലൊക്കെ ഇട്ടിട്ടൊന്ന് റെഡിയാക്കിയിട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേറൊരു ദിവസം തന്നെ നിൽക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് എല്ലാം ഒരു ദിവസം ചെയ്യാവുന്നതേ ഉള്ളൂ, എന്നാലും എനിക്ക് അങ്ങനെ എന്താ പറയുക, മെനക്കെട്ട് ഒരു ദിവസം തന്നെ കംപ്ലീറ്റ് ചെയ്യുന്നതൊന്നും ഇഷ്ടമല്ല കേട്ടോ. ഞാൻ കുറച്ച് ഇങ്ങനെ തോന്നുന്ന സമയത്ത് ഓരോ ക്ലീനിങ് ഇങ്ങനെ ചെയ്യുക. അപ്പോൾ നമ്മൾ എല്ലാ ഭാഗവും നല്ല നീറ്റായിട്ടിരിക്കുകയും ചെയ്യും. നമ്മൾക്ക് വലിയൊരു സ്ട്രെസ് ഇല്ലാതെ നമ്മൾ ക്ലീനിങ് പരിപാടി ചെയ്യാനും പറ്റും കേട്ടോ. ഗ്യാസൊക്കെ ഞാൻ തുടക്കുന്നത് ഞാൻ എപ്പോഴും കാണിക്കലുണ്ട്. ഒരു ഷിഫോണിൻ്റെ ക്ലോത്ത് വെച്ചിട്ട് ആദ്യം കുറച്ച് നമ്മൾ ലിക്വിഡ്, പാത്രം കഴുകുന്ന ലിക്വിഡ് കുറച്ചാക്കിയിട്ട് എല്ലായിടത്തും ഒന്ന് സോപ്പിട്ടിട്ട് തുടക്കും കേട്ടോ. ആ ഒരു ക്ലോത്ത് വെച്ചിട്ട് എന്നിട്ട് പിഴിഞ്ഞിട്ട് ആ സോപ്പിൻ്റെ അതൊക്കെ ഒന്ന് അതുകൊണ്ട് തന്നെ നന്നായിട്ട് വെള്ളമാക്കിയിട്ട് ഒന്നുകൂടെ ഒന്ന് തുടച്ചെടുക്കും. എന്നിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ക്ലോത്തില്ലേ ടർക്കി വെച്ചിട്ട് തുടച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെ കിച്ചണിൽ ഇങ്ങനെ എണ്ണേൻ്റെ പാടും കാര്യങ്ങളും ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം കുറേ പേര് പറയലുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യട്ടോ. നിങ്ങൾ തുടക്കുന്ന ക്ലോത്ത് കൊണ്ട് തന്നെ എണ്ണയും തുടച്ച് പിന്നെയും തുടച്ച് നന്നാക്കിയിട്ടും അതുകൊണ്ട് തുടക്കാൻ നിൽക്കുമ്പോഴാണ് അങ്ങനത്തെ അതിൽ നിന്ന് എണ്ണമയം പോവില്ല. അപ്പോൾ അതുകൊണ്ടാട്ടോ അങ്ങനെ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കട്ടെ. വേറെ എന്തെങ്കിലും ക്ലോത്ത് വെച്ചിട്ട് എണ്ണയൊക്കെ തുടച്ചെടുത്തതിന് ശേഷം മാത്രം നല്ല ക്ലോത്ത് കൊണ്ട് തുടക്കുക. അപ്പോൾ നല്ല ക്ലീനായിട്ട് നല്ല വെട്ടിത്തിളങ്ങുന്ന കൗണ്ടർ ടോപ്പും ഗ്യാസൊക്കെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഞാൻ കുക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഹെവി കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് അങ്ങനെ ചെയ്യും. ഇല്ലെങ്കിൽ ജസ്റ്റ് വെറുതെ ഇങ്ങനെ തുടച്ചു പോകാട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതാ ഇനി ഫുഡ് കഴിക്കട്ടെ. റഫീക്ക വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേറെ എന്തോ ഒരു തിരക്കിലായി പോയിട്ടുണ്ട്. കുറച്ച് സമയം കഴിയും കഴിച്ചോ എന്ന് പറഞ്ഞു കേട്ടോ. എനിക്കാണ് നല്ല വിശപ്പുണ്ടായിട്ടുണ്ട് ഇനി. അപ്പോൾ പിന്നെ ഞാൻ ഫുഡ് കഴിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ, നമ്മളെ മീൻകറി അടിപൊളിയാണ്. അതുപോലെ തന്നെ വടുകയും ഉള്ളൊക്കെ നല്ല കുക്കായി എല്ലാം ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ ഞാൻ കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. റഫീക്ക വന്നു, കുറച്ച് സമയം അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ വൈകുന്നേരം ഞാനൊരു മാങ്ങ എന്തെങ്കിലും ഒന്ന് കഴിക്കാറുണ്ട് കേട്ടോ. കുറച്ച് വെള്ളം കുടിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സ് എടുത്ത് കഴിക്കും. അങ്ങനെ എന്തെങ്കിലും റഫീക്ക ഉണ്ടാകുമ്പോൾ സാധാരണ എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കലുണ്ട് ലൈറ്റായിട്ട്. ഇന്നിപ്പോൾ നമുക്കൊന്ന് പുറത്ത് പോകാനുണ്ട് കേട്ടോ. അതുകൊണ്ട് ചായ ഒന്നും കുടിക്കുന്നില്ല, പുറത്തൊന്നും കുടിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ റഫീക്ക നല്ല മാങ്ങയെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന കേട്ടോ. എങ്ങനെയുണ്ട് നോക്കട്ടെ. ശരിക്കും പറഞ്ഞാൽ ഇപ്രാവശ്യമല്ലേ നല്ലൊരു മാങ്ങ കിട്ടിയിട്ടേ ഇല്ല. അല്ലെങ്കിൽ നല്ല ഇങ്ങനെ മല്ലിക മാങ്ങ അങ്ങനത്തെ എന്തൊക്കെയോ പേര്
പറഞ്ഞിട്ട് മാങ്ങ കൊണ്ടുവരലുണ്ട്. നല്ല ടേസ്റ്റുള്ള നല്ല കാമ്പുള്ളൊക്കെ മാങ്ങ കിട്ടലുണ്ട്. ഇപ്രാവശ്യം ഒരു 4-5 തവണ മാങ്ങ വാങ്ങിയിട്ടുണ്ടാവും. പക്ഷേ മാങ്ങയൊന്നും ഗുണമില്ല കേട്ടോ. നല്ല മധുരമുള്ള നല്ല ഫ്ലേവറുള്ള നല്ല ടേസ്റ്റുള്ള മാങ്ങ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല സത്യം പറഞ്ഞാൽ. ഇതും പറഞ്ഞ പോലെ തന്നെ കേട്ടോ, വലിയ ടേസ്റ്റ് ഒന്നുമില്ല. ഇത് മൂവാണ്ടൻ മാങ്ങയില്ലേ, അതാണ് ആ ഒരു നാടൻ ടേസ്റ്റ് കിട്ടുന്നത്. പക്ഷെ മധുരമല്ല കേട്ടോ, വലിയ ടേസ്റ്റൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ വൈകുന്നേരം റഫീഖ് എണീറ്റതിന് ശേഷം ഇപ്പോൾ നമ്മളൊന്ന് പുറത്തിറങ്ങിയതാണ് കേട്ടോ. ഞാൻ എടുക്കാമെന്ന് പറഞ്ഞില്ല. നമ്മളെ അയൽവാസി സുഖമില്ലാണ്ട് ഹോസ്പിറ്റലുണ്ട് കേട്ടോ, നമ്മളെ വയനാട് വിംസ് ഹോസ്പിറ്റലിലാണ്. അപ്പം അങ്ങോട്ടേക്കാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഞാനിപ്പോൾ ഇവിടെ തന്നെ വീഡിയോ എടുത്തത്. നല്ല രസമായിട്ട് ഇവിടെ കാണാൻ. ഇതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഈ ഒരു എസ്റ്റേറ്റ് ചായത്തോട്ടത്തിൻ്റെ ഉള്ളിലൂടെയാണ് കേട്ടോ ആ ഹോസ്പിറ്റലിലേക്കുള്ള വഴിയുള്ളത്. നല്ല രസമല്ലേ, അതുകൊണ്ട് 2 സൈഡിൽ ഇങ്ങനെ ചായത്തോട്ടമായിട്ട് വന്നു. ഹോസ്പിറ്റൽ തന്നെ പൊളിയാണ് കേട്ടോ, വലിയ ഹോസ്പിറ്റൽ. അങ്ങനെ അങ്ങനെയൊന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ആ ഒരു നമ്മൾ കയറി ചെല്ലുമ്പോൾ കാണുന്നൊരു ഭാഗം നിങ്ങൾക്ക് അത് കാണുമ്പോൾ മനസ്സിലാവും. നല്ല രസമാട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങോട്ടേക്ക്. നമ്മൾ വല്ലപ്പോഴും ആണ് കേട്ടോ വരുന്നത്, പക്ഷേ നല്ല രസമാണ് കാണാൻ. ഞാൻ കാണിച്ചു തരാം. പിന്നെ നമ്മൾ വീഡിയോയിൽ ഹായ് പറയാൻ പറഞ്ഞിട്ടുണ്ടേ ഒരു 2-3 പേര്. സമീറ, സജിത ശിവകുമാർ, മുഹമ്മദ് സബീർ. അപ്പോൾ ഇവരൊക്കെയാണ് ഹായ് പറയാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ എന്താ പറയുക ഒരു ബിഗ് ഹായ്. ഒരുപാട് സന്തോഷത്തോടെ കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലും അതിൻ്റെ മുമ്പത്തെ വീഡിയോയിലൊക്കെ ഫുൾ ഒരുപാട് കമൻറ്റിന് ഞാൻ റിപ്ലൈ തന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ വന്നിട്ടുള്ള കുറച്ച് പേർക്കും കൂടെ കഴിഞ്ഞ വീഡിയോയിൽ കൊടുക്കാറുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. സമയം കിട്ടുന്നതിനനുസരിച്ച് കമൻറ്റൊക്കെ ഫില്ലാക്കി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ അവരെ കണ്ടിട്ട് ഇറങ്ങിയിട്ട് അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. ഇനിയിപ്പോൾ ഏകദേശം മഗ്‌രിബ് ബാങ്കൊക്കെ കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഇങ്ങനെ ഇരുടായിട്ടൊക്കെ വരുന്നുണ്ട്. നമ്മൾ ഫോണിൽ അങ്ങനെ ക്ലിയർ ആയിട്ട് കാണുന്നതുകൊണ്ടാണ്. അപ്പം അങ്ങനെ നമ്മൾ കുറച്ചങ്ങ് പോയതിന് ശേഷം ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അവിടെ നിന്ന് മേപ്പാടി ഒരു പള്ളിയിൽ നിന്ന് നമ്മൾ മഗ്‌രിബ് നിസ്കരിച്ചു. വീട്ടിലേക്ക് ചായയൊക്കെ കുടിച്ചിട്ട് വീട്ടിലേക്ക് എത്തുമ്പോഴത്തേക്ക് നമുക്ക് മഗ്‌രിബ് കിട്ടൂല. അപ്പോൾ അതിനുകൊണ്ട് വഴിയിൽ നിന്ന് തന്നെ രണ്ടാളും കയറിയിട്ട് നിസ്കരിക്കാട്ടോ ചെയ്തത്. അപ്പോൾ പിന്നെ നമുക്ക് സമാധാനത്തിൽ പിന്നെ ബാക്കി യാത്ര ചെയ്യാമല്ലോ. അങ്ങനെ ഇനിയിപ്പോൾ അവിടെ നല്ലൊരു കട കേട്ടോ, നല്ലൊരു തട്ടുകട പോലത്തെ ഒരു സംഭവം. പഴംപൊരി, പിന്നെ കുറച്ച് നാടൻ ഐറ്റംസ്, കപ്പ പുഴുക്ക്, പൊറോട്ട, കൊത്തു പൊറോട്ട, അങ്ങനത്തെ എന്തൊക്കെയോ ഉണ്ട്. നമ്മളതൊന്നും കഴിക്കാനല്ല, ജസ്റ്റ് ഒരു ചായ കുടിക്കാന്നുള്ളതിലായിരുന്നു. പിന്നെ പഴംപൊരി കണ്ടപ്പോൾ അത് ഓരോ പഴംപൊരിയും കഴിച്ചു കേട്ടോ. അപ്പം ഞാനിവിടെ പഴംപൊരിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ട് മേപ്പാടിയോ വടവഞ്ചാൽ അവിടെ എന്തോ ആണ് അവർ വീട് എന്ന് പറഞ്ഞാൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഒരുപാട് സന്തോഷമായി. പെട്ടെന്നായിരുന്നു കേട്ടോ അവർ അങ്ങനെ വന്ന് സബ്സ്ക്രൈബറാണ് എന്നൊക്കെ പറഞ്ഞു സംസാരിച്ചു. അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞതാ നമ്മളിപ്പോൾ വീട്ടിലെത്തി നല്ല നമ്മൾ പുറത്തൊക്കെ പോയി വന്നാൽ ഭയങ്കര ചൂടും പുകയൊന്നും കൂടുതലായിരിക്കുമല്ലോ. അപ്പം അങ്ങനെ വന്നപാടേ ഞാനൊന്ന് കുളിച്ചു കേട്ടോ. കുളിച്ചൊന്ന് ഫ്രഷായി. അപ്പം നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോഴല്ലല്ലോ, പുറത്തൊക്കെ പോയി വന്നു കഴിഞ്ഞാൽ ആകെ മൊത്തം ഒന്ന് ടയർഡാകുന്ന പോലെ തോന്നും ഈ ചൂടത്ത്. അപ്പോൾ ഇനി രാത്രിയിലേക്ക് ഇപ്പോൾ ഇഷാ നിസ്കരിച്ചതിന് ശേഷമാണ് കേട്ടോ ഞാനിപ്പോൾ കിച്ചണിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ റഫീഖ ജസ്റ്റ് സ്റ്റേഷനിലേക്ക് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്തെങ്കിലും അങ്ങനെ ഭയങ്കര ഹെവി ആയിട്ടുള്ള കുക്കിംഗ് ഒന്നും വേണ്ട, അങ്ങനെ എന്തെങ്കിലും ലൈറ്റായിട്ട് സാൻഡ്വിച്ച് ടൈപ്പ് എന്തെങ്കിലും ഉണ്ടാക്കാനാണ് റഫീഖ പറഞ്ഞത്. ബന്നിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ചെയ്തു തരുമോ എന്നോട്ട് ചോദിക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു ബന്നുണ്ട് ഇവിടെ, അപ്പോൾ എന്തെങ്കിലും ചെറുതായിട്ട് ആക്കാമെന്ന് വിചാരിച്ചു. ഒരു ചെറിയ പീസ് ചിക്കനും ഉണ്ട് കേട്ടോ. അത് ഞാനൊന്ന് ഉപ്പിട്ടിട്ട് വേവിച്ചിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. എന്തോ സ്നാക്സ് ഉണ്ടാക്കിയപ്പോൾ ബാക്കി വന്നതാണ്. നമ്മൾ ഈ ചണ്ടി പീസ് ഇങ്ങനെ എടുത്തു വെക്കുമല്ലോ സ്നാക്സിന് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു പീസ് ഉണ്ടായിരുന്നു, അതൊന്ന് ചെറുതായിട്ട് കട്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ സവാള, തക്കാളി, ഒരു ചെറിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതിയും കൂടെ എടുത്തിട്ടുണ്ട്. അതൊക്കെ ഉണ്ടെങ്കിൽ മതി കേട്ടോ. കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പാനിലേക്ക്. അതിലേക്ക് ഞാനൊരു സവാള, ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞത് ഇട്ട് കൊടുത്തു. ഇനി സവാള ഒന്ന് ജസ്റ്റ് ഒന്ന് സോഫ്റ്റായിട്ട് വരട്ടെ. ഒരുപാടിങ്ങനെ വഴന്ന് സോഫ്റ്റായിട്ട് വരേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മളെ കയ്യിലുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്നൊരു സാൻഡ്വിച്ചും കൂടെയാണ് കേട്ടോ ഇത്. കുട്ടികൾക്കൊക്കെ നിങ്ങൾക്ക്
ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ അവർക്ക് സ്കൂളിൽ കൊണ്ടുപോകാനോ സ്കൂൾ വിട്ട് വരുമ്പോഴോ ഒക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടത്. നമ്മളെ കയ്യിൽ എപ്പോഴും ഉണ്ടാകുന്ന തന്നെയാണ്. ക്യാപ്സിക്കൊന്നും വേണമെന്നില്ല, ഉള്ളിയും തക്കാളിയും തന്നെ മാത്രം മതിയെ. അപ്പം എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഇട്ട് കൊടുത്തോന്നുള്ളൂ. ഇട്ടാൽ ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും, അത്രയേ ഉള്ളൂ. ഇനി ഈ ഇട്ട് ക്യാപ്സിക്കും തക്കാളിയും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് സോഫ്റ്റായിട്ട് വരട്ടെ. ഭയങ്കര വഴന്നിങ്ങനെ വെന്ത് കുക്കായിട്ട് പോകരുത് കേട്ടോ. അപ്പോൾ ഇത്രയും മതി. ഇനി അതിലേക്ക് നമ്മൾ ഉപ്പിട്ടിട്ട് വേവിച്ചിട്ടുള്ള ചിക്കൻ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഫ്രൈ ചെയ്തിട്ടും ചിക്കൻ ചേർത്ത് കൊടുക്കാട്ടെ. ഞാനിപ്പോൾ ഫ്രൈ ചെയ്തിട്ടൊന്നുമില്ല, അതും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി അതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കുക. ഒരു എന്താ പറയുക, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി, അത്രയും ചേർത്ത് കൊടുക്കും. ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കണ്ടേ, കുറച്ച് മതി. ഒരു ഫ്ലേവറിന് മാത്രം, ഒരു ജസ്റ്റ് ഒരു കളറിനും വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് കുറച്ച് സോസ് ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം ഒരു 2 ടീസ്പൂൺ, ഈ ഒരു അളവിലേക്ക് ഒരു 2 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണൊക്കെ സോയ സോസ് കൂടെ ചേർത്ത് കൊടുത്തു. പിന്നെ റെഡ് ചില്ലി സോസാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. കൈയുള്ളത് കൊണ്ട് ചേർത്ത് കൊടുത്തതേ ഉള്ളൂ. ചില്ലി സോസ് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി അല്ലെങ്കിൽ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഇനിയിപ്പോൾ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മളിത് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, മുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അത്രയും മതി, കുഴപ്പമൊന്നുമില്ല. അതൊക്കെ ഉള്ളതിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ, അത്രയേ ഉള്ളൂ. ഇതാ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിയിലൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ കേട്ടോ. കയ്യിലുണ്ടെങ്കിൽ സ്പ്രിംഗ് ഓണിയൻ, മല്ലിയില അങ്ങനെയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതാ എൻ്റെ കയ്യിലുള്ള ബന്നൊക്കെ ഞാനൊന്ന് ഇതുപോലെ ഒന്ന് കട്ടാക്കി എടുത്തിട്ടുണ്ട്, നടു ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. 2 പീസാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊന്ന് വെച്ചിട്ട് ഫില്ല് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്ത് എടുക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ പരിപാടി. നമ്മളെ ഡിന്നർ റെഡിയാണ്. അപ്പോൾ അതാ റഫീക്ക വന്നിട്ട് ബെല്ലടിക്കുന്നുണ്ട് കേട്ടോ. കറക്റ്റ് ടൈമാണ് വന്നത്. ഞാനിങ്ങനെ വിചാരിക്കുന്നത് ഇതാക്കിയിട്ട് ഇനിയിപ്പോൾ തണുത്ത് പോയാലും ടേസ്റ്റ് ഉണ്ടാവില്ല, ചൂടോടെ കഴിക്കണ്ടേന്ന് കേട്ടോ. അപ്പോൾ കറക്റ്റ് സമയത്ത് തന്നെ വന്നിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്താൽ നമുക്ക് ഫുഡ് കഴിക്കാം. ഞാനൊരു ലൈമും കൂടെ ഒരു മിൻറ്റ് ലൈമും കൂടെ ഇതിൻ്റെ കൂടെ ഉണ്ടാക്കിയെടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഇങ്ങനെ ഫ്രൈ ചെയ്യാൻ വെക്കുന്ന സമയത്ത് അത് ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഒരു റാപ്പായിട്ട്, അതുപോലെ ചപ്പാത്തിൻ്റെ ഉള്ളിൽ ഒരു റാപ്പായിട്ടും ഈ ഒരു മസാലയൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. മയോണൈസ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കും. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചേർത്ത് കൊടുത്തില്ല, അല്ലാണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. ഇതാ ഞാനിപ്പോൾ സാൻഡ്വിച്ച് മേക്കറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിലാണെങ്കിൽ നമുക്ക് ഭയങ്കര എളുപ്പമാണ്. അല്ലെങ്കിൽ ദോശ പാൻ വെച്ചിട്ട് അതിൽ ബട്ടറോ ഓയിലോ എന്തെങ്കിലും ഒന്ന് ആക്കി കൊടുത്തിട്ട് 2 ഭാഗം ഒന്ന് ചൂടാക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ, അത്രയേ ഉള്ളൂ. വേറെ പരിപാടിയൊന്നുമില്ല. ഞാനിപ്പോൾ ഇതുള്ളതുകൊണ്ട് ഇത് കാണാൻ നല്ല ലുക്കാണ്, ഒന്നിങ്ങനെ പ്രസ്സായിട്ട് വരുമ്പോൾ, അതുകൊണ്ട് യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. ദോശ പാനിൽ തിരിച്ചും മറിച്ചും ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി, നമ്മൾ ബ്രെഡൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുന്ന പോലെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാ നമ്മൾ സാൻഡ്വിച്ച് ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു സാൻഡ്വിച്ച് മേക്കറിനെ കുറിച്ചിട്ട് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ. നല്ലതാണ് കേട്ടോ, ഇത് ഫിലിപ്സിൻ്റെ ആണ്, നല്ലതാണ്. ഇത് കുറേ മുന്നേ പഴയതാണ് കേട്ടോ എൻ്റെ കയ്യിലുള്ളത്. എനിക്ക് അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയില്ല, പക്ഷേ ഉപയോഗിച്ചിട്ട് മോശമാവാതെ കുറേ നാളായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഐറ്റം, അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ പേര് പറഞ്ഞത് കേട്ടോ. നല്ലതായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഇതാ നമ്മളെ സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും കേട്ടോ. നമുക്കാണെങ്കിലും എപ്പോഴൊക്കെ നമ്മൾ അതും ഇതും സാധാരണ തന്നെ കഴിക്കുമ്പോൾ ഇടയ്ക്കൊന്ന് വെറൈറ്റി ആയിട്ടൊക്കെ കഴിക്കാൻ നല്ലതാണ്. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കട്ടെ. ഞാൻ പറഞ്ഞില്ല, അതിൻ്റെ കൂടെ ഒരു മിൻറ്റൊക്കെ ഇട്ടിട്ടുള്ളൊരു ലൈമും കൂടെ ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അതും എടുത്തിട്ടുണ്ട് കേട്ടോ. ചിക്കൻ ഉണ്ട്, വെറുതെ ഉള്ളിൽ തക്കാളി മാറ്റി കുറച്ച് സോസ് എൻ്റെ എഗ്ഗ് ഇട്ടാലും ടേസ്റ്റ് ഉണ്ടാവും. എഗ്ഗ് പൊങ്ങിട്ട് വെച്ചേക്കാം, എപ്പോഴും ചിക്കൻ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.